ഈ കാണുന്ന 2 പാനലാണ് ഞാനിവിടെ സീരിയലായിട്ട് കണക്ട് ചെയ്ത് MPPTയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കാണാം, ഇതിലും പരമാവധി നമുക്ക് 225 വാട്ട്സിൻ്റെ 2 പാനലാണ്. മാക്സിമം നമുക്കിതിൽ 300 വാട്ട്സ് അടുപ്പിച്ച് നമുക്ക് കിട്ടും. 20 ആംപിയറിൽ ബാറ്ററിയും ചാർജ് ആവും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SPS-ൻ്റെ MPPT ആണിത്. ബ്ലൂ 40 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഇതിൽ 225 വാട്ട്സിൻ്റെ 2 പാനൽ സീരിയലായിട്ട് കണക്ട് ചെയ്തപ്പോഴത്തേക്കും കിട്ടുന്ന വോൾട്ടേജും ആംപിയറും വാട്ട്സുമാണ് ഈ കാണുന്നത്. 225 വാട്ട്സിൻ്റെ സോളാർ പാനൽ നമ്മൾ MPPT ചാർജ് കൺട്രോളറിൽ കണക്ട് ചെയ്യുമ്പോൾ എത്ര വാട്ട്സാണ് കിട്ടുന്നതെന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം കാണും. അപ്പോൾ ഇതിലിപ്പം 12 വോൾട്ട് 225 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് നമ്മളിപ്പോൾ 2 എണ്ണം സീരിയലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കാണുന്നത് പോലെ സോളാർ ചാർജിങ് 17 ആംപിയർ 17.8 ആംപിയർ ഏകദേശം 20 ആംപിയർ അടുപ്പിച്ച് വരെ നമുക്ക് നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ ഏകദേശം 20 ആംപിയർ വരെ നമുക്കിതിൽ നിന്ന് ലഭിക്കും. ഈ ഒരു 2 പാനലിൽ നിന്ന് 12 വോൾട്ടിൻ്റെ 2 പാനലിൽ 24 വോൾട്ടായിട്ടാണ് ഞാൻ ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി വോൾട്ട് 12 ആണ്. 262 വാട്ട്സാണ് നമുക്കിവിടെ പീക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം 225 വാട്ട്സിൻ്റെ 2 പാനൽ സീരിയൽ ചെയ്ത് കൊടുത്തപ്പോൾ 265 വാട്ട്സ് പീക്കായിട്ട് കിട്ടി. അപ്പോൾ ഡെയിലി യൂണിറ്റ് കാണാം 0.8 ആണ്. ടോട്ടൽ യൂണിറ്റ് 1.3. അപ്പോൾ ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെയാണ് ഇതിപ്പോൾ ഓണാക്കിയിട്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ഇന്നും കൂടെ ഏകദേശം 1.5 യൂണിറ്റ് അടുപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോളാർ ഔട്ട്പുട്ട് 226 വാട്ട്സാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ 17.8 ആംപിയർ ഏകദേശം 20 ആംപിയർ അടുപ്പിച്ച് വരെ നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലിപ്പം AC വയറാണ് കണക്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ DC വയറൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ആംപിയറും വാട്ട്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നല്ല വെയിലുള്ള സമയത്ത് നമുക്കിതിൽ ഒരു 300 വാട്ട്സ് അടുപ്പിച്ച് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കാണാം. അപ്പം ബാറ്ററി മോഡ് 12 ആണ്. പക്ഷേ ഞാനിപ്പോൾ സോളാർ പാനൽ 24 വോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. MPPT ആയതുകൊണ്ട് നമുക്ക് 24 വോൾട്ട് കൊടുക്കാം. സോളാർ വോൾട്ട് 33.1 ആണ്. ബാറ്ററി വോൾട്ട് 13.8. അപ്പോൾ സോളാർ ഇൻപുട്ട് 7.4 ആംപിയറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിലിപ്പം 16.7 ആംപിയറിൽ നമുക്ക് ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ 24 വോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് വരുന്ന വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്ത് ആംപിയറായിട്ടാണ് നമ്മളിപ്പം ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 16.5 ആംപിയറിൽ ചാർജ് ആകുന്നത്. അപ്പോൾ ഇപ്പം ഇത്തിരി വെയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല വെയിലുണ്ടെങ്കിൽ ഏകദേശം 20 ആംപിയർ വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 20 ആംപിയറിൽ നമുക്കിതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 12 വോൾട്ടിനെ നമ്മൾ സീരിയലായിട്ട് കൊടുത്ത് 24 വോൾട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. MPPTയിൽ 12 വോൾട്ട് ബാറ്ററി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന സോളാർ പാനൽ ഒന്ന് കാണിക്കാം. ലൂം സോളാറിൻ്റെ പാനലാണിത്. 12 വോൾട്ട് 225 വാട്ട്സിൻ്റെ 2 പാനൽ സീരിയലായിട്ട് കണക്ട് ചെയ്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരമാവധി നമുക്കിതിൽ നിന്നും ഏകദേശം ഒരു 300 വാട്ട്സും ഒരു 20 ആംപിയർ വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നല്ല വെയിലുള്ള സമയത്ത്. അപ്പോൾ 12 വോൾട്ട് ബാറ്ററി ആണെങ്കിലും നമുക്ക് MPPT ഉണ്ടെങ്കിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ 2 പാനൽ സീരിയൽ ചെയ്ത് 24 വോൾട്ടായിട്ട് നമുക്ക് MPPT വഴി ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.